ശബരിമലയിൽ വിശ്വാസത്തെ കരുവാക്കി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ബി.ജെ.പി. ശ്രമമുണ്ടെന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നു. പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. കേന്ദ്രസേന ഇറക്കണമെന്നാണ് ചിലരുടെ വാദം. ഈ സേനയുടെ മുന്നിലാണ് പാർലമെൻറ്റിൽ ഇന്നലെ ആക്രമണമുണ്ടായതെന്നും കെ രാധാകൃഷ്ണൻ പരിഹസിക്കുന്നു. അച്ഛനെ കാണാതെ കരയുന്ന കുട്ടിയെ മറ്റു രീതിയിൽ ചിത്രീകരിച്ച് ചില അതിൻ്റെ പേരിൽ ഭജനമിരിക്കാൻ പോകുന്നുവെന്നും വാർത്ത വരികയാണ്. ഇത് ശരിയാണോ എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദിക്കുന്നു. 24 അദ്ദേഹം നടത്തിയ അഭിമുഖം അശ്വിൻ പാലാഴിയുമായിട്ടാണ് സംസാരിച്ച് അതിൻ്റെ സംപ്രേഷണം. പക്ഷേ ഞാൻ ഇന്നലെ നവകേരള സദസ്സിൽ നേരെ ഇങ്ങോട്ട് പോന്നു. രാവിലെ പിന്നെ അവിടെ നിന്ന് പോന്നു. അവിടെ ആദ്യം എത്തിയത് എരുമേലിയിലാണ്. എരുമേലിയിലെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവിടെ റിവ്യൂ ചെയ്യേണ്ടായി. അവിടുത്തെ പ്രശ്നം അവിടെ കാര്യമായ യാതൊരു പ്രശ്നവുമില്ല. അവിടെ പ്രധാനമായിട്ടും അവിടെ വെറുതെ ഒരു സമരം നടത്തിയിരുന്നു. സമരം നടത്തിയത് അവർ പ്രധാനമായിട്ടും വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് അവർക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, ടോയ്ലറ്റ് സൗകര്യം വേണം എന്നാണ്. ഇതിൻ്റെ എല്ലാ സൗകര്യവും ഉള്ള ഒരു സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അത് അവിടുത്തെ ജനങ്ങൾ തന്നെ അത് പറഞ്ഞു. അത് ഇവിടെ വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, പിന്നെ ടോയ്ലറ്റുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ബോധപൂർവം വിളിച്ചൊരു മുദ്രാവാക്യമാണ്. വെള്ളമില്ല, വെളിച്ചമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ആശങ്കപ്പെടുമല്ലോ. ഇതേ സമീപനം തന്നെയാണ് പിന്നീട് നിലയ്ക്കൽ വന്നപ്പോൾ കണ്ടത്. നിലയ്ക്കൽ ഒരു കുട്ടിയെ ബസ്സിൽ കയറി ഇരുന്നതിന് ശേഷം ആ കുട്ടിയുടെ അച്ഛൻ പുറത്തേക്ക് എന്തോ സാധനം വാങ്ങാൻ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനില്ല. അപ്പോൾ വണ്ടി എടുക്കുന്ന ഒരു സമയമായപ്പോൾ കഴിഞ്ഞപ്പോൾ കുട്ടി ആകെ അച്ഛനെ കാണാതെ പ്രായപ്പെട്ടു, കരഞ്ഞു. ആ കരച്ചിലിനെയാണ് പിന്നീട് ഈ കുട്ടി വെള്ളം കിട്ടാതെ കരഞ്ഞു, അല്ലെങ്കിൽ മറ്റ് സൗകര്യം ഇല്ലാതെ കരഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അതിൻ്റെ പേരിലാണ് ഭജന ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ല കാര്യമാണോ എന്നുള്ളത് അവരെ ആലോചിക്കട്ടെ. പക്ഷേ അവിടെ സംഭവിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പമ്പയിൽ അവിടെ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് സന്നിധാനത്തും ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രയാസമില്ലാതെ കാര്യങ്ങൾ പോവുകയാണ്. ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ തുടർച്ചയായി 3-4 ദിവസം വന്നു. അപ്പോൾ 90,000-ലധികം ഭക്തർ തുടർച്ചയായിട്ട് 4 ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഈ ശബരിമലയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. അവിടെ 18-ാം പടി കയറണം. അപ്പോൾ ആ 18-ാം പടി കയറുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രാവശ്യമാണെങ്കിൽ വയസ്സായ 100 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ ധാരാളം വരുന്നു. കുട്ടികൾ അതിനേക്കാൾ കൂടുതൽ വരുന്നു. അപ്പോൾ കുട്ടികളുടെ വലിയ തിരക്ക് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ അത്രയും പിന്നെ വയസ്സായവരും പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരും കുട്ടികളെല്ലാം വരുമ്പോൾ അവർക്ക് സാധാരണ ഭക്തർ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള ആൾ കയറുന്ന പോലെ അവിടെ 18-ാം പടി കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്യൂ കുറച്ച് നീണ്ടുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 18-ാം പടി കയറുക എന്നുള്ളതാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വരുന്ന ഭക്തരുടെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെ പോലീസിൻ്റെ സഹായത്തോടു കൂടി കയറ്റിയാലും അവിടെ ഒരു മിനിറ്റിൽ 80 പേരെയൊക്കെയാണ് കയറ്റാൻ സാധിക്കുന്നത്. അതിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കയറ്റാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം പോലീസ് വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടാണ് കയറുന്നത്. അപ്പോൾ കൂടുതൽ എക്സസ് കാണിക്കാനും പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞ് മറ്റു ഭക്തരോട് അനീതി കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ സമയത്തും വേറെ രീതിയിൽ ഇപ്പോൾ ഈ പറയുന്നവർ നേരെ തിരിച്ചും പറയും. ഭക്തരോട് 18-ാം പടി കയറുമ്പോൾ പിടിച്ച് വലിച്ചു അല്ലെങ്കിൽ താഴെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയും വിഷമമുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങൾ കൂടി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടാണ് വളരെ ട്രെയിൻഡായിട്ടുള്ള പോലീസുകാരെ നിർത്തിയിട്ടാണ് മുകളിലേക്ക് ഈ 18-ാം പടി ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വഴിയിൽ ചില സമയത്ത് ഇവിടെ കൂടുതൽ ആളുകൾ ഭക്തർ എത്തിക്കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിലൊക്കെ കുറച്ച് ബസ് തടഞ്ഞിടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മേലാൽ ആവർത്തിക്കരുതെന്ന്. അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തൊട്ട് എല്ലാ സ്ഥലത്തു നിന്നും ഫ്ലോ നല്ലപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും തടസ്സമില്ല. പിന്നെ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ ലഘുഭക്ഷണം, അതുപോലെ തന്നെ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിരവധി. ഇന്നലെ തന്നെ അവിടെ പമ്പയിൽ 66 ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കുന്ന സ്ഥിതി. അപ്പോൾ ആയിരക്കണക്കിന് ടോയ്ലറ്റുകളുണ്ട്.
അതുപോലെ തന്നെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്, അതുപോലെ തന്നെ ലഘുഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ചില ആളുകൾ നിരന്തരം, ഇന്നലെ ഞാൻ പിന്നെ ഇവിടെ സന്നിധാനത്ത് എത്തുമ്പോൾ ഒരാൾ പറഞ്ഞു വെള്ളവും ഭക്ഷണവും കിട്ടിയിട്ടില്ല. അപ്പം തന്നെ അവിടെ നിന്ന പോലീസുകാരൻ തന്നെ പറഞ്ഞു, ഞാൻ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഇപ്പം തന്നു. ആ രീതിയിൽ അതങ്ങനെ പഠിച്ച് വെച്ച പോലെയാണ്. വെള്ളം തന്നില്ല, ഭക്ഷണം തന്നില്ല, അല്ലെങ്കിൽ പിന്നെ ടോയ്ലറ്റ് സൗകര്യമില്ല. ടോയ്ലറ്റ് സൗകര്യം തൊട്ടടുത്തുണ്ട്, അത് എന്നാലും പറയുന്ന ടോയ്ലറ്റ് സൗകര്യമില്ല, വെള്ളമില്ല, അങ്ങനെ പഠിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ച് വെച്ചത് ആരും പറയിപ്പിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്, ആൾ ചിരിക്കുക. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറയത്തക്ക യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കാണുന്നത്. ഇതിപ്പോൾ BJPയുടെ ഒരു സംഘം ശബരിമല സന്ദർശിക്കുന്നുണ്ട്, കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിൽ. അത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, UDFൻ്റെ ആളുകൾ സന്ദർശിക്കുന്ന ശബരിമലയിൽ എല്ലാ ആളുകൾക്കും സന്ദർശിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് ആർക്കും പ്രവേശിക്കാനും അല്ലെങ്കിൽ വരാനും ഒക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഈ ശബരിമലയെ സമരത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമമാണ്. കാരണം ഈ പിന്നെ ഭക്തരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭക്തരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്.